തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോയ എല്ലാ സാഹിത്യകാരന്മാരെയും ജന്മനാട് എന്നും നെഞ്ചിലേറ്റാറുണ്ട്. സ്മരണ കൊണ്ടും സ്മാരകം കൊണ്ടും വളരെ വ്യത്യസ്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സാഹിത്യകാരൻ്റെ സ്മരണകളിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 31-ാം സ്മരണ വാർഷികം ആചരിച്ച ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വേറിട്ട സ്മാരകങ്ങൾ നമുക്ക് കാണാം. ആദ്യം തന്നെ ഫെഡറൽ ബാങ്കിനുള്ളിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക സ്മാരകമുണ്ട്. അത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ വീടിരുന്ന 12 സെൻറ്റ് സ്ഥലമാണ് ഫെഡറൽ ബാങ്കിൻ്റെ നിർമ്മാണത്തിനായിട്ട് വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഫെഡറൽ ബാങ്കുകളുടെ സ്ഥാപകനായ ശ്രീ ഹോർമിസ് തരകൻ. കിണർ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങളുടെ പ്രദർശനം, അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, കസേര തുടങ്ങിയവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ബഷീർ അനുസ്മരണവും കൃത്യമായി നടക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്മാരകം തന്നെ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാർഗവി നിലയം എന്ന നോവലിൻ്റെ ഓർമ്മയ്ക്കായി ഫെഡറൽ നിലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായി പോകുന്നത് ബഷീർ സ്മാരക സ്കൂളുകളിലേക്കാണ്. ഒരു പ്രൈമറി സ്കൂൾ കാണാം ആദ്യമായിട്ട്. അതിൻ്റെ പിന്നിലായിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടുത്തെ ഷോകളിൽ വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഛായാപടം വരച്ചിട്ടുണ്ട്. സർവ്വ ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഗ്രാമഫോൺ തുടങ്ങിയവയെല്ലാം ഈ ചിത്രത്തിൽ സമ്മേളിപ്പിക്കാനായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് സ്മാരകങ്ങളിലോട്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ താമസിക്കുന്ന ഇടങ്ങളിലോട്ടും ഒന്ന് പോകാം. ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറി പാലാങ്കടവിൽ അദ്ദേഹത്തിന് മറ്റൊരു സ്മാരകമുണ്ട്. ഒരു ലൈബ്രറിയും ഒരു മ്യൂസിയം ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാനായിട്ടുള്ള ഒരു ജീവനുള്ള സ്മാരകം നമ്മുടെ മുമ്പിൽ വന്നത്. ബഷീറിൻ്റെ സഹോദരി പുത്രനായ ബാല്യകാല സഖിയിലെ ഒരു പ്രധാന കഥാപാത്രമായ ശ്രീ മുഹമ്മദാണ്. അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം കുടുംബമായിട്ട് പാലാങ്കടവിനടുത്ത് തന്നെ താമസിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കണ്ട് ആരുടെയും വ്യത്യാസം തോന്നിയിട്ടില്ല. അതായിരുന്നു ബഷീറിൻ്റെ ഏറ്റവും വലിയ പെങ്ങന്മാരെയും അനിയന്മാരെയും ഒക്കെ വളരെ ഡീസൻ്റായിട്ട് അവർ ആ രാജ്യസ്നേഹം അതിനോട് വിളിച്ചറിയിക്കുന്നത്. വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് പിന്നെ ഈ സ്വാതന്ത്ര്യസമരത്തിനാണ് മുന്നിനെ കാണുന്നത്. മഹാത്മാഗാന്ധിനെ ബഷീർ തൊട്ടെന്നും പറഞ്ഞൊരു പരിപാടിയില്ലേ വൈക്കത്ത് വെച്ച്, എല്ലാം സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ്. എഴുത്തുകാരന്മാരുടെ രാജാവാണ്. അങ്ങോട്ടേക്ക് പോയ പിന്നെ കാണാൻ പോകുമായിരുന്നോ? ഞാൻ വീട്ടിൽ നിന്ന് പോകുമായിരുന്നു മാമയുമായിട്ട്. എനിക്ക് ആ പുസ്തകത്തിനകത്ത് മാമ കുളിക്കാൻ കൊണ്ടുവന്നത് എന്നെയാ, ഞങ്ങൾ 4 പേരെ. അത് ആ കട ഈ കട വന്ന കട. ബഷീറിൻ്റെ കൃതികളിൽ ഏറ്റവും ഇഷ്ടമാണ് ബാല്യകാല സഖി. 18 പാസ് ചെയ്ത ആ സാധനം പറഞ്ഞു. ആ ബാല്യകാല സഖിയാണ് ഏറ്റവും വിറ്റുവിൻ്റെ പുസ്തകവും വിറ്റുപിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പത്തമ്പാടാണ് ഇന്ത്യക്കുപ്പൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം ശേഷം ഞാൻ ബഷീറിൻ്റെ പെങ്ങളുടെ മകനായി ജനിച്ചു എന്നുള്ള ഒറ്റ റാങ്ക് മാത്രമേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങളെയൊക്കെ ഒത്തിരി എതിർത്തിരുന്ന ആളായിരുന്നത് ബഷീർ. ആർക്ക് ദൈവവിശ്വാസമായിരുന്നു. ഈ സ്മാരകങ്ങളെക്കുറിച്ചെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബഷീറിൻ്റെ മറ്റൊരു സഹോദരിയായ പാത്തുമ്മയുടെ മകളായ ഖദീജുമ്മ താമസിക്കുന്ന വീട്ടിലോട്ടുള്ള യാത്രയാണ്. മൂവാറ്റുപുഴ ആറിൻ്റെ ഓരം പറ്റിയാണ് പോകുന്നത്. ഈ പോകുന്ന വഴി അദ്ദേഹം കൂടെ അനുഗമിച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, തലയോലപ്പറമ്പുകാരനായ സാഹിത്യകാരൻ എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആയത് എന്ന കഥയും കൂടി അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര കാലത്ത് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതേസമയം ആ ബഷീർ എന്ന പേരിൽ വേറൊരു വ്യക്തി കൂടി അവിടെ ഉണ്ടായി. സ്വയം തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. യാതൊരു സങ്കോചവും കൂടാതെ ഖദീജുമ്മയുടെ വീട്ടിലോട്ടും നമുക്ക് കടന്നു ചെല്ലാം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാൻ വളരെ താല്പര്യമാണ്. ഇങ്ങനെ മന്ദിരങ്ങളും
അനാചാരങ്ങളൊക്കെ പുള്ളി എതിരായിരുന്നു. ഞങ്ങളുടെ മുസ്ലിം സമുദായത്തില് ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാലഘട്ടത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് പുള്ളി എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ വർഗീയ അങ്ങനെയുള്ള ആകാശമിട്ടായി എന്ന് പേരിട്ടതും അതൊക്കെ കണ്ടില്ലേ, സാറാമ്മയും കേശവനായരും അതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള കല്യാണങ്ങളാണ്. പൊൻകുരിശ് തോമ അതൊക്കെ അവരൊക്കെ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വർഗീയത ഉണ്ടെങ്കിലും ഇതുപോലെ ഇല്ല. ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റിയ കഥകളാണ്. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പറയണ കേൾക്കണേ ഇപ്പോഴും പ്രസക്തമാണ്. ഇപ്പോഴും ആരെടുത്ത് വിട്ടാലും അതിന് മറുപടി വിടാതിരിക്കില്ല. ഒരു അക്ഷരം എഴുതിയൊരു കാർഡേലുണ്ട്, അതെല്ലാം പുള്ളി സ്വീകരിക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ആ കൂടെ നമ്മൾ ജീവിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വന്നത് ആ സ്നേഹത്തിനും. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ വന്ന് എന്നെ കല്യാണം കഴിച്ചൊരു ഗവൺമെൻറ് ജോലി സാറായിരുന്നു. അവിടെ നിന്ന് എനിക്ക് 4 മക്കൾ. ഞങ്ങൾ അങ്ങനെ നല്ല വീട് വെച്ച് ഞങ്ങളുടെ തറവാട് വീട് വെച്ച് ഞങ്ങൾ മാറിയ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ. എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയുടെ അവകാശികളായി കണ്ടിരുന്ന അദ്ദേഹം തൻ്റെ മംഗോസ്റ്റീൻ മരത്തിൽ നിന്നോ തെങ്ങിൽ നിന്നോ ഒരു ഫലം താഴെ വീഴാതെ എടുക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. തന്നെ കാണാൻ വരുന്ന ആർക്കും എപ്പോഴും സ്വാഗതമായിരുന്നു. ബഷീറിൻ്റെ ഒരു കഥാപാത്രമാകാൻ സാധിച്ചതിലും ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചതിലും രണ്ടുപേരും വളരെയധികം സന്തോഷം കണ്ടെത്തുന്നു. അതുപോലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലും. ഇത് ബഷീർ സ്മാരകത്തിനോട് അടുത്തായുള്ള ചെറിയ പാർക്കാണ്. 5 മണിക്കാറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മൂവാറ്റുപുഴക്കാരൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. സ്മാരകത്തിലെ ലൈബ്രറിയിലെ പ്രിയ പ്രദീപുമായിട്ട് സംസാരിച്ചു ലൈബ്രറിയൻ. അദ്ദേഹത്തിൻ്റെ കുറേ കൂടെ കഥകൾ പ്രിയ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ പാലത്തിൻ്റെ താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവകയിലുണ്ടായിരുന്ന ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്നുവെന്നും അന്ന് ഈ പാലമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഈ പാലം വരുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചതിനെക്കുറിച്ചും എല്ലാം പ്രിയ സംസാരിച്ചു. അന്നത്തെ ചില കഥകളിലൊക്കെ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ആനവാല് കിട്ടാൻ ആഗ്രഹിക്കുകയും എന്നാൽ ആനക്കാർ അത് കൊടുക്കാൻ വിസമ്മതിക്കുകയും ബഷീർ വെള്ളത്തിനടിയിൽ കൂടി പോയി ആനയുടെ വാൽ കടിച്ച് എടുക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ചുണ്ടായ പൊല്ലാപ്പും എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ അദ്ദേഹം മംഗോസ്റ്റീൻ മരത്തണലിലായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ഒരു കുഞ്ഞിനോട് എന്ന പോലെയുള്ള വാത്സല്യമായിരുന്നു ആ മരത്തിനോട്. ആ മരച്ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങളാൽ അത് നടന്നില്ല. ഏത് സമയത്തും തന്നെ കാണാൻ വരുന്നവരെ കാണാൻ അദ്ദേഹം ഉത്സുകനായിരുന്നു. അവർക്ക് ഒരു കട്ടൻ കാപ്പിയെങ്കിലും കൊടുക്കാതെ വിടുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് ഒരു സ്മാരകമായി അദ്ദേഹം നിലനിൽക്കുമ്പോഴും അനേകം ആളുകളിൽ നിന്ന് സ്നേഹവും വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതോടൊപ്പം എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ വരാൻ സാധിച്ച എനിക്കും ഏറെ സന്തോഷം.